അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലക്ഷദ്വീപിലെ വേറൊരു ട്രഡീഷണൽ ഡിഷുമായിട്ടാണ്. മീനുരുക്കിയത് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഓരോ ദ്വീപിലും വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ദ്വീപിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള ഒരു വിധമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന് വേണ്ട മെയിനായിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് ആണ്. ദശക്കട്ടിയുള്ള ഏതെങ്കിലും മീൻ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 1.5 കിലോ മീനാണ്, അതിനനുസരിച്ചിട്ടുള്ള കണക്കാണ് ബാക്കിയൊക്കെയും. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുഴുക്കലരിയാണ്, നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പുഴുക്കലരി. ഈ ഒരു കാണിക്കുന്ന ഗ്ലാസ്സിൽ 1 ഗ്ലാസ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ എന്ന് പറയുന്നത് ഒരു വലിയ തേങ്ങ, ചെറുതാണെങ്കിൽ 2 തേങ്ങയുടെ തേങ്ങാപ്പീരയാണ് വേണ്ടത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ചോറൊക്കെ വെക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ കഴുകിയതിട്ട് കൊടുക്കുക. മീനിൻ്റെ മുകൾ വശത്ത് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെ അടച്ചിട്ട് നന്നായിട്ട് ഈ മീനൊന്ന് വെന്ത് വരുന്നവരെയും വെയിറ്റ് ചെയ്യുക. നമ്മൾ അരി ചേർക്കുമ്പോൾ ഇതിലേക്ക് പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കുകയില്ല. അപ്പോൾ അരി വേവുന്നതിനും കൂടി ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓരോ അരിയുടെയും വേവ് വ്യത്യസ്തമായിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മീൻ കഷ്ണങ്ങൾ ഇതിൽ നിന്നും നമ്മൾ പെറുക്കി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ തീയൊന്നും ഓഫാക്കുന്നില്ല, നമ്മൾ സിമ്മിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയതിന് ശേഷം ഇതിലെ നമ്മൾ മുള്ളൊക്കെ ഉണ്ടാവില്ലേ മീനിൽ, ആ മുള്ളൊക്കെ നമ്മൾ എടുത്തിട്ട് ഈ മീൻ കഷ്ണങ്ങൾ ചെറിയതായിട്ട് നമ്മളിതിനെ ഇങ്ങനെ ഉടച്ചെടുക്കുക. ഇനി നമുക്കതിൽ നിന്നും എടുത്ത് മാറ്റാൻ പറ്റുന്ന അത്രയും മുള്ളുകൾ അതിൽ നിന്നും വേർതിരിക്കുക. ഇപ്പോൾ ഞാൻ ഇതിലെ എല്ലാ മുള്ളും മാറ്റിയിട്ടുണ്ട്. എനിക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും മുള്ള് ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ഈ ഉടച്ചെടുത്തിട്ടുള്ള ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് ഇട്ടിരിക്കുന്ന ആ ഉപ്പ് കറക്റ്റായിരുന്നു. അതിനുശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ അരി വേവുന്നവരെയും ഇതിനെ അടച്ച് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതാ തിള വന്നിട്ടുണ്ട്, പക്ഷേ അരി വെന്തിട്ടില്ല. ഇത് നന്നായിട്ട് ഈ വെള്ളമൊക്കെ വറ്റി അരിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ചിലരിതിനെ നന്നായിട്ട് വേവിക്കില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് വെന്ത ചോറാണ് താല്പര്യം. എന്ന് വെച്ചാൽ വെന്ത് കൊഴിഞ്ഞു പോകേണ്ട, വെന്തിരിക്കണം. അപ്പോൾ എല്ലാം കൂടി വറ്റിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് നേരത്തെ ചിരകി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ രുചികരമായ മീനുരുക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഈ ഒരു വിഭവം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മീൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു വിഭവം ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.